അവർക്ക് ഇറ്റ്സ് മീ അപ്സുവിലേക്ക് സ്വാഗതം. ഞാൻ ഇറ്റ്സ് മീ അപ്സു. ഇന്ന് നമ്മൾ പറയാൻ പോണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPL അടുക്കാറാകും തോറും ഓരോ ടീമുകൾക്ക് റീപ്ലേസ്മെന്റും അതുപോലെ പരിക്കും പല കാര്യങ്ങളും പിന്മാറുന്നു. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് GTന്റെ ഒരു കേസ് വന്നത്. GTന്റെ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം GTനെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. GTക്ക് എവിടെയൊക്കെയാണ് പേച്ചതെന്ന് നോക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മെയിൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയ ഷമ്മിക്ക് തന്നെയാണ് മെയിൻ ആയിട്ട് അവർക്ക് പണി കിട്ടിയിരിക്കുന്നത്. ഷമ്മിക്ക് പരിക്ക് പറ്റിയോടുകൂടി അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന് നല്ല രീതിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം നല്ലൊരു മികച്ച ഫോമിൽ തന്നെയായിരുന്നു ഷമ്മി കളിച്ചുകൊണ്ടിരുന്നത്. വേൾഡ് കപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ഫോമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഷമ്മി വേൾഡ് കപ്പിൽ പരിക്ക് പറ്റിയതിനു ശേഷം പുള്ളി ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിലും അതുപോലെ പുള്ളി കളിക്കാൻ ബാക്കി ഒറ്റ മത്സരങ്ങളും കളിച്ചിട്ടില്ല. അതുപോലെ എടുത്തു നോക്കി കഴിഞ്ഞാൽ മറ്റൊരു താരമാണ് ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റനായി പൊസിഷൻ കിട്ടിയോടുകൂടി അങ്ങനെയൊക്കെ ചാടി. അതോടുകൂടി ആ ടീമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓൾറൗണ്ടറിലും അതുപോലെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നല്ല രീതിക്ക് അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. പകരക്കാരനായി ഈ തവണ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി താരമാണ്. അത് എല്ലാ മലയാളികൾക്കും സന്തോഷിക്കാം. സഞ്ജു സാംസൺ ഒന്നുമല്ല, പുള്ളി എന്തായാലും രാജസ്ഥാൻ വിട്ട് വരില്ല. അപ്പൊ മലയാളി താരമാണ്. മലയാളി താരത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് ആ പ്ലെയറിന്റെ പേര് അവസാനം പറയാം. ഇല്ലെങ്കിൽ ഒരു ഗുമ്മില്ല, നമുക്ക് അപ്പൊ ഗുമ്മുണ്ടാക്കാം. അപ്പൊ പകരക്കാരനായി എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ മലയാളി താരമാണ്. പുള്ളി IPL ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്. അതുപോലെ രഞ്ജി ട്രോഫിക്ക് കേരളത്തിന് വേണ്ടി പുള്ളി മത്സരിച്ചിട്ടുണ്ട്. ഇപ്പൊ പുള്ളി കേരളത്തിന് വേണ്ടി അല്ല രഞ്ജി ട്രോഫി കളിക്കണം. മെയിനായിട്ട് തമിഴ്നാടിന് വേണ്ടിയാണ്. കേരളത്തിൽ കളിച്ചിട്ട് പുള്ളിക്ക് പൊസിഷൻ കിട്ടാത്തതുകൊണ്ടാണോ അതോ സ്ക്വാഡിൽ ഇടം നേടാൻ കിട്ടാത്തതുകൊണ്ടാണോ അതോ വലിയ മെച്ചം കേരളത്തിന് വേണ്ടി കളിച്ചിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പുള്ളി ഇപ്പൊ കളിക്കുന്ന തമിഴ്നാടിന് വേണ്ടിയാണ്. നല്ല ഡിസിഷൻ ആണെന്ന് തോന്നുന്നു. അവിടെയാണെങ്കിൽ പുള്ളിക്ക് എന്തായാലും കളിക്കാൻ പറ്റും. പുള്ളിന്റെ IPL ഇതിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 5 തവണ പുള്ളി IPL കളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCBയിലായിരുന്നു. അതോടുകൂടി പുള്ളിയുടെ സീസൺ പോയി എന്ന് തന്നെ പറയാം. കാരണം RCBയിൽ വന്ന പ്ലേയേഴ്സിനെയൊക്കെ അവരുടെ ഭാവി പോയി എന്നാണ് ഇപ്പൊ എല്ലാ ട്രോളും കാര്യങ്ങളൊക്കെ തന്നെ. അത് കഴിഞ്ഞ് പുള്ളി 2019 മുതൽ 2021 വരെ KKR ടീമിന് വേണ്ടി കളിച്ചു. അതിനുശേഷം മുംബൈക്ക് വേണ്ടി കളിച്ചു. ഇതൊക്കെയാണ് പുള്ളിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യരാണ് പകരക്കാരനായിട്ട് GTയിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,